ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ല ഒരു പുതിയ രീതി അവലംബിച്ചുകൊണ്ട് ഈ ദിനം സമുചിതമായി ആചരിക്കുകയാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള ആഘോഷ പരിപാടികൾ വളരെ ശ്രദ്ധേയമായ വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ശുദ്ധവായു, ശുദ്ധജലം, സുരക്ഷിത ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ പ്രകൃതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജൈവ പരിപാലന സമിതികളും കൂട്ടായ പ്രവർത്തനവും നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ഭാഗമായി ജില്ലയുടെ ഔദ്യോഗിക ജൈവ പ്രതീകങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ജില്ലയുടേതായ ഔദ്യോഗിക മൃഗം, ജില്ലാ വൃക്ഷം, ജില്ലാ ജലജീവി, ജില്ലാ പക്ഷി, ജില്ലാ പുഷ്പം, ജില്ലാ ചിത്രശലഭം, ജില്ലാ മത്സ്യം, ജില്ലയുടെ പൈതൃക വൃക്ഷം എന്നിങ്ങനെ 8 വിഭാഗങ്ങളിലായിട്ടാണ് ഈ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നത്. ഇത് തികച്ചും ശ്രദ്ധേയമായതും വൈവിധ്യം നിറഞ്ഞതുമായ ഒരു പരിപാടിയാണ്. നമ്മുടെ പ്രകൃതി സമ്പത്തിനെയും വംശനാശം നേരിടുന്നതും പ്രാദേശിക കൂടുതലുമല്ല സാംസ്കാരിക മൂല്യം കൂടുതലുമായ ഇനങ്ങളാണ് ജില്ലയിലെ ഔദ്യോഗിക ഇനങ്ങളായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സാങ്കേതിക സഹായത്തോടെയും ഉപദേശത്തോടും കൂടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഇനങ്ങളെ ജില്ലാ സ്പീഷീസുകളായി പ്രഖ്യാപിക്കുന്നത്. ജില്ലയിലെ പ്രമുഖ ശാസ്ത്ര ഗവേഷണ കേന്ദ്ര സ്ഥാപനങ്ങളുടെ അനുഭവം ഇതിൽ ഭാഗമായിട്ടുണ്ട്. ജില്ലയുടെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും പ്രകൃതി പൈതൃകത്തിനും തെളിവാകുന്ന രേഖയായിരിക്കും പ്രസ്തുത കണ്ടെത്തൽ. ഈ ജീവിതത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ശ്രമിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ പൊതു താല്പര്യവും ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും പരിസ്ഥിതി സന്തുലിതാവസ്ഥയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിരവധി പരിപാടികൾ ഇതിനകം തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പരിപാടികൾക്ക് തിളക്കം കൂട്ടുന്ന ഒരു പരിപാടിയായി ഇന്നത്തെ ഈ പരിപാടിയെ ഞാൻ കാണുകയാണ്. നമുക്ക് പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് ജീവജാലങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സംതൃപ്തമായ സമാധാനപരമായ ജീവിതം ഉറപ്പുവരുത്താനുള്ള കാൽവെപ്പായി ഈ പരിപാടിയെ ഞാൻ കാണുകയാണ്. ആ പരിപാടിയെ ആവിഷ്കരിച്ച ജില്ലാ പഞ്ചായത്തിനെയും ബന്ധപ്പെട്ടവരെയും അനുമോദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ജില്ലയുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് ആരെങ്കിലും പറയുന്നു വിചാരിച്ചിട്ട് ആരും പറഞ്ഞില്ല. എനിക്ക് കേൾക്കാൻ പറ്റിയാട്ടോ, എനിക്കറിയില്ല. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് തോന്നുന്നു ആ ഡിക്ലറേഷൻ ഔദ്യോഗികമായി ചെയ്യുന്ന സമയത്ത് ഓരോ സ്പീഷീസിനെയും എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുമെന്ന് വിചാരിക്കട്ടെ.